2024 പുതുവർഷ ഫലമാണ് അനിഴ നക്ഷത്ര. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ ഗുണം കുറവാണ്. കാര്യ തടസ്സങ്ങൾ ഉണ്ടാകാം, തൊഴിൽപരമായി പ്രയാസങ്ങൾ ഉണ്ടാകാം. ഞാനിത് ഈ വിഷയം ഇവിടെ പറയുമ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണമുണ്ടാകുന്ന കാര്യമൊന്നും പറയാൻ പറ്റില്ല, ഇല്ലേ? ദോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ദോഷാനുഭവങ്ങൾ കണ്ടെന്ന് തന്നെ പറയണം. ഗോചരവശാൽ ചിന്തിച്ചിട്ട് അതിൽ സത്യസന്ധമായ വിഷയങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഗോചരവശാൽ ഈ അനിഴ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണം കുറവായിരിക്കും. കാര്യതടസ്സങ്ങളുണ്ടാകും, തൊഴിൽ പ്രയാസങ്ങളുണ്ടാകും, ശത്രുശല്യം ഉണ്ടാകും, സ്ത്രീകൾ മുഖേന മാനഹാനിയും സ്വസ്ഥതക്കുറവും ഇവർക്കുണ്ടാകാം. 2024 മെയ് 1 വരെ വേഴം 6-ലും അതിനുശേഷം വേഴം 7-ലും വരും. 6-ലെ വേഴം ഗുണം തരില്ലെങ്കിലും 7-ലെ വേഴം ഗുണം ചെയ്യും. എന്നാൽ ശനി 4-ൽ നിൽക്കുന്നതിനാൽ കണ്ടക ശനിയായി മാറും. ശനി 4-ൽ വന്നാൽ അത് കണ്ടക ശനിയാണ്. അപ്പൊ കണ്ടക ശനി ഗുണം ചെയ്യോ? ചെയ്യില്ല. അപ്പൊ കണ്ടക ശനി സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ 4-ലാണ്. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുടുംബമാണ്, ഇല്ലേ? 4-നെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് കുടുംബത്തെ പറ്റിയാണ്. മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം വാസനഞ്ച ലാളിത്യമംബം ശൈനഞ്ച വൃത്തി പശ്വാധികം ജന്മഗ്രഹം ചതുർത്താൽ എന്നാണ് പറയുന്നത്. പ്രമാണം 4-ലെ പ്രമാണം അതാ. അപ്പം 4 കൊണ്ട് നമുക്ക് 4-ൽ ശനി വന്നാൽ അത്ര ഗുണമല്ല. അനാവശ്യമായ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും. അനാവശ്യമായി വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം. ഏത് ശനിയാണ് ഈ വാക്ക് തർക്കത്തിൻ്റെയൊക്കെ കാരകത്വം ശനിക്കാണ്. ഇപ്പം ശനിയിൽ ഇതൊക്കെ വരാം. അപ്പം അതുകൊണ്ട് അനാവശ്യമായ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും. മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരവശാലുള്ള ഫലവും കൂടി ചേർത്താണ് ഞാനിത് പറയുന്നത്. പണം ദുർച്ചെലവ് വരും. ഇവരെ സംബന്ധിച്ച് പണം ദുർച്ചെലവ് വരാനുള്ള സാധ്യതയുണ്ട്. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാൻ ഇടവരും. ചെയ്യാത്ത കുറ്റം ഏൽക്കേണ്ടതായിട്ട് വരും. പിന്നെ മനസ്വസ്ഥത കുറയും. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മനസ്വസ്ഥത ഉണ്ടാവോ? ഉണ്ടാകില്ല. മനസ്വസ്ഥത കുറയും. ബന്ധുജന വിരോധം ഏൽക്കേണ്ടതായിട്ട് വരും. ബന്ധുക്കളൊക്കെ കലഹിച്ചെന്ന് വരും. പല ബന്ധുക്കളും അകന്നു പോയിന്ന് വരും. ഇപ്പൊ ബന്ധുജന കലഹം, ബന്ധുജന വിരോധം ഏൽക്കേണ്ടതായിട്ട് വരും. ശത്രുദോഷവും പിടിപെടും. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ശത്രുദോഷവും പിടിപെടും. പ്രവർത്തന രംഗത്ത് തടസ്സം വന്നു ചേരും. പൊതുവെ എല്ലാ രംഗത്തും അലസതയും മടിയും ദേഷ്യ സ്വഭാവവും ഇവർക്കുണ്ടാവും. പൊതുവെ അലസത, മടി, ദേഷ്യ സ്വഭാവമൊക്കെ ഈ അനിഴ നക്ഷത്രക്കാർക്കുണ്ടാകാം. വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. വാഹനപരമായി ഇവർക്ക് അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. വീട് വിൽക്കുന്നതിനെ പറ്റി ഇവർ ആലോചിച്ചെന്ന് വരും. അപമാനിതനാകാനിടയുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനാകാനായിട്ടൊക്കെയുള്ള ഇട വരും. കടം കൊടുത്ത് തീർക്കുന്നതിനെ പറ്റി ആലോചിക്കും. കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാനൊക്കെ ആലോചിച്ചെന്ന് വരാം. ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാകാം. പിരിഞ്ഞിരിക്കുന്നവർ അടുത്തുകൂടാനും സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ശക്തമായ മത്സരം ഉണ്ടാകും. ബിസിനസ് സംബന്ധമായി ശക്തമായ മത്സരം ഏൽക്കേണ്ടതായിട്ട് വരും. ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാവും. സാമ്പത്തിക പ്രയാസങ്ങൾ പല വിധത്തിൽ പരിഹരിക്കാൻ ഇവർ ശ്രമിക്കും. സാമ്പത്തികമായിട്ട് പല വിധത്തിൽ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതൊന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങളും ഇവർക്ക് ഈ 2024 ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പൊതുവെ അനിഴ നക്ഷത്രക്കാർക്ക് 2024 അത്ര ഗുണകരമായ അവസ്ഥ അല്ല.